أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا ذلك جزاؤهم جهنم بما كفروا واتخذوا آياتي ورسلي هزوا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 961 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ കഹ്ഫിലെ 103 മുതൽ 108 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا ذلك جزاؤهم جهنم بما كفروا واتخذوا آياتي ورسلي هزوا. صدق الله العلي العظيم. സൂറത്തുൽ കഹ്ഫിലെ 103 മുതൽ 106 വരെയുള്ള ആയത്തുകളാണ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ കഹ്ഫിന്റെ സമാപന ഭാഗമാണ് നമ്മൾ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധേയമായ ചില പ്രതിപാദ്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്യപ്പെട്ടതിനെ തുടർന്ന് വളരെ ആഴമേറിയ ആശയസമ്പുഷ്ടമായ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള സമാപന ഭാഗമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. 1-2 ദിവസങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വതറക്നാ ബഅദഹും യൗമഇദിൻ യമൂജു ഫീ ബഅദ് എന്ന് തുടങ്ങുന്ന ആ ഭാഗം പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഉപസംഹാരമായിട്ട് വരുന്ന ഈ ആയാത്തുകൾ ഈ സൂറത്തിന്റെ മുഖ്യമായ പ്രതിപാദ്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. ഈ സൂറത്തിലെ ശ്രദ്ധേയങ്ങളായ ചില വിഷയങ്ങൾ തുടങ്ങുന്നതിന് മുമ്പായി സൂറത്തിന്റെ നന്ന തുടക്കത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ആളുകളെ ഉണർത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ദീനിന്റെ ഏറ്റവും സുപ്രധാനമായ ചില വിഷയങ്ങൾ. അത് അള്ളാഹുവിന്റെ ഏകത്വവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർവിക പ്രവാചകന്മാരെ പോലെ തന്നെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ എന്ന ദൗത്യവും അതുപോലെ മനുഷ്യൻ അഭിമുഖീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പാരത്രിക ലോകം എന്ന യാഥാർത്ഥ്യവും ഈ 3 കാര്യങ്ങളെ
കേന്ദ്രീകരിച്ചുകൊണ്ട് മക്കയിലെ പ്രബോധിത സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ സൂറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇതിനിടയിൽ കടന്നു വന്ന ചില വിഷയങ്ങളാണ് ഇതിലെ കഥാകഥനത്തിന്റെ തലത്തിലും സ്വഭാവത്തിലുമൊക്കെയായി വിവരിക്കപ്പെട്ട വിഷയങ്ങൾ. ഇവിടെ നമ്മൾ ഇന്ന് വായിച്ചു തുടങ്ങിയ ഈ ഭാഗം ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല എന്ന് തുടങ്ങുന്ന ഈ ഭാഗം യഥാർത്ഥത്തിൽ ഈ സൂറത്ത് ആരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണോ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ ആളുകളെ അവരുടെ യഥാർത്ഥ ചിത്രം എന്താണ് എന്നത്, അവര് ഏത് തരത്തിലുള്ള ജീവിത ഭാഗധേയത്തെ നേരിട്ടുകൊണ്ടാണ് നിലകൊള്ളുന്നത് എന്നത് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ ഈ വിഷയം കൈകാര്യം ചെയ്യപ്പെടുന്നത്. നമുക്ക് ഈ ആയത്തിന്റെ ആശയതലം ഒന്ന് ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിച്ചു നോക്കാം. ഖുൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകുന്ന നിർദ്ദേശമാണ്, പ്രവാചകരെ താങ്കൾ ഇങ്ങനെ പറയുക, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുക. ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, ഏറ്റവും കർമ്മങ്ങള് ഏറ്റവും ഏറെ പാഴായിപ്പോയ, നഷ്ടമായി പോയ ഒരു കൂട്ടരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, നാം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് അവരോട് ചോദിക്കുക എന്നാണ്. ആരാണ് കർമ്മങ്ങളുടെ കാര്യത്തിൽ, അമലിന്റെ കാര്യത്തിൽ ഏറ്റവും നഷ്ടകാരികളായി മാറിയിട്ടുള്ളത്? ഒരു മനുഷ്യൻ ജീവിതകാലം മുഴുവനും ഏർപ്പെട്ടുകൊണ്ടിരുന്ന പ്രയത്നം ജീവിതാന്ത്യത്തില് തിരിച്ചറിയുകയാണ് അതൊക്കെ പാഴായ, വിഫലമായ, ഫലശൂന്യമായ, നഷ്ടമായി പോയ പ്രയത്നങ്ങളായിരുന്നു എന്ന്. അങ്ങനെയുള്ള ചിലരുടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള നഷ്ടം ഏറ്റുവാങ്ങുന്നവരുടെ കൂട്ടത്തില് ഏറ്റവും ഏറെ നഷ്ടം ഏറ്റുവാങ്ങുന്നവരായി മനസ്സിലാക്കപ്പെടാവുന്ന കൂട്ടരാരാണെന്ന് നാം നിങ്ങൾക്ക് വിവരിച്ചു തരട്ടെയോ എന്നാണ് ഇവിടെ ഉയർത്തപ്പെടുന്ന ചോദ്യം. ഈ ചോദ്യം ഉന്നയിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഈ ചോദ്യം ഉന്നയിക്കുകയാണ്. ഇവിടെ അഭിസംബോധന ചെയ്യപ്പെടുന്നത് ഈ വിശുദ്ധ ഖുർആൻ അവതരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് മുഖ്യമായും അഭിസംബോധന ചെയ്തിരുന്ന ആ മക്കയിലെ ആളുകളെയാണ്. നമ്മൾ അതിന് പരിമിതപ്പെടുത്തുകയല്ല. എല്ലാ കാലഘട്ടങ്ങളിലെയും ഖുർആൻ ആരെയൊക്കെ അഭിസംബോധന ചെയ്യുന്നുണ്ടോ അവരെയൊക്കെ ബാധിക്കുന്ന, അവരൊക്കെ പരിഗണനയ്ക്ക് വിധേയമാക്കേണ്ട വിധത്തിലുള്ള ചോദ്യം തന്നെയാണിത്. പക്ഷെ അതിന്റെ അവതരണ ഘട്ടത്തിൽ അതിന് പ്രത്യേകമായി അഡ്രസ് ചെയ്യപ്പെടുന്ന ഒരു വിഭാഗം മുന്നിലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അബക്കുൽ, പ്രവാചകരെ പറയുക അല്ലെങ്കിൽ ചോദിക്കുക, ഹൽ നുനബ്ബിഉകും, നാം നിങ്ങൾക്ക് വിവരിച്ചു തരട്ടെയോ, നിങ്ങൾക്ക് അറിവ് പകർന്നു തരട്ടെയോ, നിങ്ങൾക്ക് വ്യക്തമാക്കി തരട്ടെയോ, ബിൽ അഖ്സരീന അഅമാല, അഅമാലിന്റെ കാര്യത്തില്, ജീവിത പ്രയത്നങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും നഷ്ടകാരികളായ കൂട്ടരെ, ജീവിതത്തില് എന്തെന്ത് പ്രയത്നങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരാണെങ്കിലും അതൊക്കെ തന്നെ വിഫലമായി പോയി, പാഴായി പോയി, നഷ്ടമായി പോയി എന്ന് വിലപിക്കേണ്ടി വരുന്ന വിധത്തിലുള്ള കൂട്ടരെ കുറിച്ച്, ഇക്കാര്യത്തിൽ ഏറ്റവും ഏറെ നഷ്ടങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നവരായ ആളുകളെ കുറിച്ച് നാം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്നാണ് ഒരു ചോദ്യമായിട്ട് ഈ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉന്നയിക്കപ്പെടുന്നത്. എന്നിട്ട് ആരാണ് ആ കൂട്ടര് എന്നത് വ്യക്തമാവുന്ന വിധത്തിൽ ഒരു വിവരണം നൽകുകയാണ്. അല്ലദീന വല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ,
ഐഹിക ലോകത്തെ ഈ ദുനിയാവിലെ ജീവിതഘട്ടത്തില് തങ്ങളുടെ പ്രയത്നങ്ങൾ അവരിൽ നിന്ന് തെന്നിപ്പോയ, വഴിമാറിപ്പോയ ഒരു കൂട്ടരാണ്. മനുഷ്യന്റെ പ്രയത്നങ്ങള് പലപ്പോഴും വളരെ കാലത്തെ ആലോചനയുടെയും ആസൂത്രണത്തിന്റെയും ഒക്കെ ഫലമായിട്ടായിരിക്കും പലപ്പോഴും. ആസൂത്രണം ചെയ്തുകൊണ്ടോ ആലോചനകൾക്ക് സുചിന്തിതമായ വിധത്തിൽ വിധേയമാക്കിക്കൊണ്ടോ ഒക്കെ മനുഷ്യൻ ഏർപ്പെടുന്ന പല പ്രവർത്തന മേഖലകളും ഉണ്ട്. പക്ഷെ അത് കുറെ മുന്നേറി അതിന്റെ ഒരു ഫിനാലെ സ്റ്റേജിൽ എത്തുന്ന ഒരവസ്ഥയിൽ എത്തുമ്പോ ഒരാൾ തിരിച്ചറിയണോ, ഇതൊക്കെ വെറുതെ ആയിപ്പോയല്ലോ, ഇതൊക്കെ മഹാ നഷ്ടമായി പോയല്ലോ, ഇതൊന്നും ആയിരുന്നില്ലല്ലോ വേണ്ടിയിരുന്നത് എന്നത്. നമുക്കിത് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല. നമ്മുടെ സമകാലിക സമൂഹത്തിന്റെ ചുറ്റുപാടുകളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ തന്നെ നമുക്കറിയാം, ആളുകളൊക്കെ ഭയങ്കര ധൃതിയില്, സമയമില്ലാതെ, ആർക്കും ഒന്നിനും വേണ്ടി ഒരു നിമിഷം പോലും സ്പെയർ ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള ഓട്ടത്തിലാണ്, തിരക്കാണ്. വലിയ കച്ചവട സാമ്രാജ്യങ്ങൾ സ്ഥാപിക്കാൻ, അധികാര മണ്ഡലങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കാൻ, ജനസഞ്ചയങ്ങളെ അനുയായികളായിട്ട് കൂടെ നിർത്താൻ ഒക്കെയുള്ള ഓട്ടത്തിലാണ് മനുഷ്യരിൽ പലരും. അങ്ങനെ വലിയ കച്ചവട സാമ്രാജ്യങ്ങളോ അല്ലെങ്കിൽ വലിയ സാമ്പത്തിക പ്രയത്നങ്ങളിലോ ഒക്കെ ആയിട്ട് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ജനങ്ങളെ സ്വാധീനിക്കുകയും നിയന്ത്രിക്കുകയും അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുകയൊക്കെ ചെയ്യുന്ന വിധത്തിലുള്ള അത്തരം ആസൂത്രണങ്ങളും പ്രയത്നങ്ങളും ഒക്കെയായിട്ട് മുന്നേറുന്ന ആളുകൾ, അതുപോലെ വലിയ സ്വാധീനമുണ്ടാക്കുന്ന ഭൗതിക വ്യായാമങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ, ഇവരൊക്കെ തന്നെ വളരെ വളരെ അവരുടെ സമയവും ഊർജവും ഒക്കെ ചെലവഴിച്ചുകൊണ്ട് തങ്ങളുടെ പ്രയത്നങ്ങളിൽ വ്യാപൃതരാണ്. ആ പ്രയത്നങ്ങളൊന്നും നിർവഹിക്കപ്പെടുന്നില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാത്ത പോലെയാണ്. അതൊക്കെ നിർവഹിക്കപ്പെടണം, അതിനുവേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ട് സ്വയം ഒഴിഞ്ഞു വെച്ച ഒരവസ്ഥ. ഒരു നിമിഷം പോലും ഒരാൾക്കും നൽകാനില്ലാത്ത വിധത്തിൽ അവരൊക്കെ ധൃതി പിടിച്ച് ഓടുകയാണ്. അങ്ങനെ ഒരു ചിത്രം നമുക്ക് കാണാൻ യാതൊരു പ്രയാസവുമില്ല. ചരിത്രത്തില് ഇതേപോലെയുള്ള അവസ്ഥകളിലൂടെ കടന്നു വന്ന തലമുറകളെ ധാരാളം നമ്മൾ പിന്നിട്ട കാലങ്ങളിലേക്കൊന്ന് എത്തി നോക്കിയാൽ കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ ഇത് നമ്മുടെ കാലഘട്ടത്തിന്റെ മാത്രം പ്രത്യേകതയല്ല. എല്ലാ കാലഘട്ടങ്ങളിലും മനുഷ്യൻ ചില സംരംഭങ്ങളും പ്രയത്നങ്ങളും ഒക്കെയായിട്ട് ധൃതി പിടിച്ച് ഓടിക്കൊണ്ടിരുന്നിട്ടുണ്ട്. ചില ലക്ഷ്യങ്ങൾ പ്രാപിക്കുക എന്ന കാര്യം മനസ്സിൽ കണ്ടുകൊണ്ട് അവര് പ്രയത്നങ്ങളിൽ ഏർപ്പെടുകയും മുന്നേറുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ധൃതി പിടിച്ച് ഓടുന്ന വലിയ സംരംഭങ്ങളുമായിട്ടൊക്കെ മുന്നേറുന്ന ആളുകൾ ജീവിതത്തിന്റെ നിർണായകമായ ഒരു നിമിഷത്തില് അവര് ആലോചിക്കുന്നുവെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചറിവ് ഉണ്ടാകേണ്ടതുണ്ട്. ഈ പ്രയത്നം, ഈ ശ്രമം, ഈ ഏർപ്പാട് അവർക്ക് ഗുണകരമായതാണോ, അവർക്കത് നേട്ടമുണ്ടാക്കി കൊടുക്കുന്നുവോ, അതല്ല അതിഭീകരമായ നഷ്ടമാണോ അവർക്ക് വരുത്തി വെക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ ഒരല്പനേരം വിനിയോഗിക്കേണ്ടി വരും. അള്ളാഹു ഇങ്ങനെ ഒരു ചോദ്യമാണ് വിശുദ്ധ ഖുർആന്റെ അഭിസംബോധിത സമൂഹത്തിന് മുന്നിൽ വെക്കുന്നത്. പ്രവാചകരെ, അവരോട് ചോദിക്കുക, അൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല,
കർമ്മങ്ങൾ ഏറ്റവും നഷ്ടമായി പോയ ഒരു കൂട്ടരെ അവരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്നതാണ് ചോദ്യം. ആരാണ് കൂട്ടര്? അല്ലദീന വല്ല സഅയ്യുഹും, വെറുതെ ഇരുന്നവരല്ല. അവര് വല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക ലോകത്തെ ജീവിതത്തിനിടയിലെ അവരുടെ സഅയ്, അവരുടെ പ്രയത്നം, അത് പാഴായി പോയവരാണ് അവർ. ഒന്ന്, രണ്ട് നിലക്ക് അതിനെ കാണാം. ഒന്ന്, അവര് ഐഹിക ലോകത്തെ സമയവും ആരോഗ്യവും ഊർജവും ഒന്നും വേണ്ട വിധത്തിൽ വിനിയോഗിക്കാൻ മുതിരാതെ അലക്ഷ്യമായി ലക്ഷ്യരഹിതമായ രീതിയിൽ അതിനെ വിട്ടേച്ച തരം ആളുകൾ. രണ്ടാമതൊരു കൂട്ടര് സമയം നഷ്ടപ്പെടുത്താതെ അവര് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവര് തെറ്റായ ദിശയിലേക്കാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പിഴച്ച ഒരു ദിശയിലേക്കാണ് അവരുടെ ഓട്ടം. ഇത് രണ്ടും ഒരുപോലെ നഷ്ടത്തിൽ ചെന്ന് കലാശിക്കുന്നതാണ്. ഒന്ന്, സഅയ് ചെയ്യാതെ തീവ്രമായ പരിശ്രമങ്ങളിലൊന്നും ഏർപ്പെടാതെ അലക്ഷ്യമായിട്ട് അങ്ങനെ ജീവിതത്തെ ഗൗരവത്തിലെടുക്കാതെ, ജീവിതത്തിൽ മനുഷ്യന്റെ സമയത്തിനും അവന്റെ വിഭവങ്ങളുടെയും ഒക്കെ കാര്യത്തില് ഒരു അക്കൗണ്ടബിലിറ്റി വേണ്ടതില്ല, ആരോടും ഒന്നും ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്ന വിധത്തില് നീങ്ങുന്ന ആളുകൾ. അത്തരം ആളുകളുടെ കാര്യത്തില് അവരുടെ സഅയ് വലിയ ഫലശൂന്യതയിലെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. രണ്ടാമതൊരു വിഭാഗം അവര് ധൃതിപ്പെട്ട് ഓടുകയാണ്. വലിയ ധൃതിയിലാണ് അവര് പ്രയത്നങ്ങളിൽ ഏർപ്പെട്ട് ഒന്നും സമയം എവിടെയും നഷ്ടപ്പെടുത്താതെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഓട്ടത്തിലാണ്. പക്ഷെ അവര് പിഴച്ച ഒരു ലക്ഷ്യത്തിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതവിടെ എത്തുമ്പോ, അതിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക, ഓ, ഇങ്ങോട്ടാണോ ഞങ്ങൾ ഓടിയിരുന്നത്, ഇതായിരുന്നില്ലല്ലോ ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് എന്നത് അവർക്ക് തിരിച്ചറിയുന്നത് ആ ഘട്ടത്തിലാണ്. അപ്പൊ ഈ വിഭാഗത്തെ കുറിച്ച് അല്ലാഹു പറയുന്നത് അല്ലദീന വല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ, ഭൗതിക ലോകത്തെ അവരുടെ ജീവിത പ്രയത്നം പിഴച്ചതായി പോയി. ഒന്ന്, ജീവിത പ്രയത്നത്തിന് വേണ്ട യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാതെ അവർ അലസന്മാരായി കഴിഞ്ഞു. അതാണ് ഒരു സാധ്യത. അതല്ലെങ്കിൽ അവർ തെറ്റായ ജീവിത ദിശയിൽ അതിവേഗം കുതിച്ചുകൊണ്ടിരുന്നു. എന്നാൽ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്നഅ, അവർ കരുതിയിരുന്നത് അവരെല്ലാം നേരെയായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഭൂരിഭാഗം ആളുകളും അങ്ങനെയാണ്. അവർ ശരിയായ ദിശയിലാണ്, വേണ്ട കാര്യമാണ് ചെയ്യുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഉത്തമമായ കാര്യമാണ് എന്നൊക്കെ കരുതിക്കൊണ്ടാണ് പലരും ഓടിക്കിതച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അവര് പ്രതീക്ഷിക്കുന്നത് വഹും യഹ്സബൂന, അവര് കരുതുന്നത് അന്നഹും യുഹ്സിനൂന സുന്നഅ, ഏറ്റവും നല്ലതായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഏറ്റവും ശരിയായ വിധത്തില് മുന്നേറിക്കൊണ്ടിരിക്കുന്നവരാണ് തങ്ങള് എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് അവര് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും ഭീകരമായ ഒരു അനുഭവമായിട്ട് പിന്നീട് മാറുക. ഞങ്ങളുടെ ദിശ ശരിയാണ്, ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ശരിയാണ്, ചെയ്യേണ്ട രീതിയിലാണ് ചെയ്യുന്നത് എന്നൊക്കെ കരുതിക്കൊണ്ട് അബദ്ധങ്ങളുടെ പുറകെയാണ് ഒരാൾ പോകുന്നതെങ്കിൽ അയാള് എത്തിച്ചേരാൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തിന്റെ അടുത്ത് എത്തുമ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുക, തെറ്റായ ദിശയിലായല്ലോ ഞങ്ങളുടെ ഈ മുന്നേറ്റം, ഈ ഓട്ടം എന്നത് അവിടെ വെച്ച് വലിയൊരു ഞെട്ടലോട് കൂടിയാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോ അല്ലദീന വല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്നഅ, ജീവിതം എന്താണ്, ആരാണ് നമുക്ക് ഈ ജീവിതം എന്ന അവസരം തന്നിട്ടുള്ളത്, അതിലൂടെ നമ്മൾ കൈവരിക്കേണ്ട ലക്ഷ്യം എന്താണ് എന്നതിനെ കുറിച്ചൊന്നും
കൃത്യമായ ധാരണയില്ലാതെ മുന്നേറുന്ന ഏതൊരാളുടെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും. ജീവിതം എന്താണ് എന്ന് തിരിച്ചറിയാതെ, ആരാണ് തങ്ങൾക്ക് ഈ ജീവിത അവസരം തന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാതെ, അതുകൊണ്ട് ലക്ഷ്യമാക്കപ്പെടേണ്ടത് എന്താണ് എന്നത് ഉൾക്കൊള്ളാതെ, ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റി വേണ്ടി വരുന്ന, അതിനൊരു കണക്ക് പറയേണ്ടി വരുന്ന ഒരു നാള് വരാനിരിക്കുന്നു എന്നത് മനസ്സിലാക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുടെ അവസ്ഥ, അത് അവർ കരുതുന്നത് അവരെല്ലാം ഭംഗിയായിട്ട് നല്ല നിലക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഈ ഒരു ധാരണയിൽ അവർ മുന്നേറിയിട്ട് വലിയ ഞെട്ടലുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് അവർ എത്തിച്ചേരാൻ പോകുന്നത്. ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം. ഇവർ കരുതുന്നത് അവരെല്ലാം കൃത്യമായിട്ട് ഭംഗിയായിട്ടാണ് ചെയ്യണത് എന്നൊക്കെ ആയിരിക്കും. എന്നാൽ ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്റെ കൃത്യമായ സൂചനകളെ, ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു കളഞ്ഞവരാണ് ഈ കൂട്ടർ. അള്ളാഹു മനുഷ്യന് ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവന്റെ ഓരോരുത്തരുടെയും ചുറ്റുപാടിലുമായിട്ട് ആയിരക്കണക്കിന് ആയാത്തുകളെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് സൂചകങ്ങളാണ് മനുഷ്യന് ജീവിതം എന്ത് എന്നത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വിധത്തിൽ, എന്തിനു വേണ്ടിയുള്ളതാണ് ഈ ജീവിതം എന്നത് മനുഷ്യന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു നിരത്തി വച്ചിരിക്കുന്നു. ഈ ദൃഷ്ടാന്തങ്ങളെ പിൻബലപ്പെടുത്തുന്ന ദൈവിക വാക്യങ്ങളാണ് പ്രവാചകന്മാർ മുഖേന മനുഷ്യരെ കേൾപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഈ ആയാത്തുകളെ കണ്ണടച്ച് നിഷേധിക്കുകയും അവയെ തള്ളിക്കളയുകയും ഒക്കെ ചെയ്ത ആളുകൾ ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം, അതുപോലെ വലിഖാഇഹി, അവനുമായി ഒരു കൂടിക്കാഴ്ചയുണ്ട് എന്ന കാര്യത്തെയും തള്ളിക്കളഞ്ഞ ആളുകൾ, കൃത്യമായ സൂചനകൾ നൽകുന്ന ദൃഷ്ടാന്തങ്ങള് തങ്ങൾക്ക് ചുറ്റും അള്ളാഹു വിന്യസിപ്പിച്ചിരിക്കുന്നു എന്ന കാര്യത്തെ ഉൾക്കൊള്ളാതെ, തങ്ങള് ഈ ജീവിത പ്രയാണത്തിന്റെ ഒടുക്കത്തില് തങ്ങളുടെ സൃഷ്ടാവായ റബ്ബുമായിട്ട് സന്ധിക്കാനിരിക്കുന്നു എന്ന കാര്യത്തെ നിഷേധിച്ചുകൊണ്ട് നീങ്ങിയ ആളുകൾ, അവര് ഫഹബിതത്തു അഅ്മാലുഹും, അവരുടെ സകല കർമ്മങ്ങളും പാഴായിപ്പോയതായി മാറുകയാണ്. കാരണം അവര് ലക്ഷ്യം എന്തെന്നറിയാതെ, ദിശ അറിയാതെ സഞ്ചരിച്ചു കൊണ്ടിരുന്നവരാണ്. അവർക്ക് കൃത്യമായിട്ട് എന്തിനു വേണ്ടി പ്രയത്നിക്കുന്നു എന്നത് മനസ്സിലാക്കാതെ, ഏത് ദിശയിൽ നീങ്ങേണ്ടതുണ്ട് എന്നത് തിരിച്ചറിയാതെ സഞ്ചരിച്ചവരാണ്. ജീവിത പ്രയത്നങ്ങള് അവരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യമുള്ളതായിരുന്നില്ല, ദിശ ശരിയായതും ആയിരുന്നില്ല. അതുകൊണ്ട് ഫഹബിതത്തു അഅ്മാലുഹും, അവരുടെ കർമ്മങ്ങളൊക്കെയും തന്നെ വെറുതെ ആയിപ്പോയി, പാഴായിപ്പോയി. നമ്മളത് കാണുന്നുണ്ട്. നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിരന്തരം ആളുകള് ഒരു ജീവിതം എന്ത് എന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും സമയമില്ലാതെ എന്തൊരു കൊണ്ടുപിടിച്ച ഓട്ടത്തിലാണ്. അവര് നിർണയിച്ചു വെച്ചിരിക്കുന്ന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി എന്തൊക്കെ കുതികാൽ വെട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവരെ ഒരു നിർണായകമായ നിമിഷത്തില് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇതാണ്. ഫഹബിതത്ത് അഅ്മാലുഹും, അവരുടെ കർമ്മങ്ങളൊക്കെയും തന്നെ വെറുതെ ആയിപ്പോയി, പാഴായിപ്പോയി എന്നതാണ് അവർക്ക് തിരിച്ചറിയേണ്ടി വരുന്നത്. എന്നിട്ട് അള്ളാഹു അതിനെക്കുറിച്ച് പറയുന്ന ഒരു പ്രസ്താവനയാണ് തുടർന്നുള്ളത്. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവർക്ക് നാം ഒരു തൂക്കവും നൽകുന്നതല്ല. ഫലാ നുഖീമു ലഹും, നാം അവർക്ക് അനുവദിച്ച് നൽകുന്നതല്ല യൗമൽ ഖിയാമത്തി, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളില് അവരുടെ പ്രയത്നങ്ങൾക്കും പരിശ്രമങ്ങൾക്കും ഒക്കെ ഒരു വസ്നും ഒരു തൂക്കവും ഒരു മൂല്യവും കൽപ്പിക്കപ്പെടുന്നതല്ല.
ഒന്ന് ആലോചിച്ച് നോക്കൂ. ജീവിത പ്രയത്നങ്ങളിലും ജീവിത പ്രയാണത്തിലുമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യര് ശരിയായ ലക്ഷ്യമല്ല അവര് മുന്നിൽ കണ്ടിരുന്നതെങ്കിൽ, ശരിയായ ദിശയിലല്ല അവർ ഓടിക്കൊണ്ടിരുന്നതെങ്കിൽ, അവരുടെ ആ ജീവിതത്തിന്റെ ഫൈനൽ ലാപ്പില് അവര് തിരിച്ചറിയാൻ പോകുന്നത് അവര് ഒഴുക്കിയ വേർപ്പും പ്രയത്നങ്ങളും അവരുടെ പരിശ്രമങ്ങളും അവര് കൊണ്ടുപിടിച്ച് നടത്തിയിരുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ അതൊക്കെ പാഴായി പോയല്ലോ, അതിനൊന്നും ഒരു തൂക്കവും നൽകപ്പെടുന്നില്ലല്ലോ എന്നതാണ്. ഒരു തൂക്കവും ഇല്ലാത്ത അവരുടെ ജീവിത തുലാസില് അവരുടെ ആ കർമ്മങ്ങൾക്കൊന്നും ഒരു വിലയുമില്ലാത്ത അവസ്ഥയിലാണ് അവര് അത് കാണാൻ പോകുന്നത്. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുകയാണ്. അപ്പോ തുടർന്ന് മറിച്ചുള്ള അനുഭവമുള്ള ഒരു കൂട്ടരെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഭാഗം നമുക്ക് അടുത്ത ദിവസം പഠന വിധേയമാക്കാം. ഇവിടെ അള്ളാഹു ഒരു വിഭാഗത്തെ കുറിച്ചാണ് പറയുന്നത്. അവർക്ക് ജീവിതം എന്താണെന്ന് അറിയില്ല, ജീവിതത്തിന്റെ ശരിയായ ലക്ഷ്യം അവര് കണ്ടെത്തിയിട്ടില്ല, അവര് മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ശരിയായ ദിശയിലല്ല. കർമ്മങ്ങളൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്നതൊന്നും അവര് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ കർമ്മങ്ങൾ ചെയ്യുന്നതിൽ അവര് നിരന്തരമായിട്ട് ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗുണമാണോ ദോഷമാണോ, ഇതാണോ ചെയ്യേണ്ടത് എന്നതൊന്നും അവർക്കറിയില്ല. കാരണം അവര് അള്ളാഹുവിന്റെ ആയാത്തുകളെ, അള്ളാഹു അവർക്ക് ചുറ്റുപാടുമായിട്ട് വിന്യസിപ്പിച്ചു വെച്ചിട്ടുള്ള കൃത്യമായ സൂചനകളെ വായിച്ചെടുക്കാൻ പ്രയത്നിക്കാതിരുന്ന ആളുകളാണ്. അള്ളാഹുവുമായിട്ടൊരു കൂടിക്കാഴ്ചയുണ്ട് എന്ന കാര്യത്തെ നിഷേധിച്ചു കളയുകയും ചെയ്ത ആളുകളാണ്. പക്ഷെ അവര് കർമ്മനിരതരാണ്. അവര് അതിശക്തമായ വേഗതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറെ അങ്ങ് എത്തിയതിനു ശേഷമാണ് അവര് മനസ്സിലാക്കാൻ പോകുന്നത് അവര് തെറ്റായ ദിശയിലാണ് മുന്നേറിയിട്ടുള്ളത്, വേണ്ടാത്ത കർമ്മങ്ങളാണ് ചെയ്തിരുന്നത് എന്നതൊക്കെ. അപ്പൊ ഇതുവരെ ചെയ്തതിന്റെ ഒക്കെ ഫലവും ഒരു തൂക്കമില്ലാത്ത കർമ്മങ്ങൾ തൂക്കപ്പെടുന്ന വസിന് മീസാൻ കണക്കാക്കപ്പെടുന്ന ആ മീസാനില് ഒരു തൂക്കവും ഇല്ലാത്ത വസിനും ഇല്ലാത്ത കാര്യങ്ങളായിരുന്നു അവർ ചെയ്തിരുന്നത്. ഒരുപക്ഷെ അതിന് നെഗറ്റീവായ തൂക്കമായിരിക്കും ഉണ്ടായെന്ന് വരിക. ആ അവസ്ഥയിലാണ് അവരെ തന്നെ കണ്ടെത്താൻ പോകുന്നത്. അപ്പോ ഇവർ ചെയ്തിരുന്നത് എന്തുകൊണ്ടാണ് ഇവരുടെ കർമ്മങ്ങൾക്ക് തൂക്കമില്ലാത്തതായി മാറിയത്? അതിനൊരു കാരണം അള്ളാഹു ഇവിടെ വ്യക്തമാക്കുകയാണ്. ദാലിക ജസാഉഹും ജഹന്നം, അവർക്കുള്ള പ്രതിഫലം. ഇങ്ങനെ അവര് ദൈവിക ദൃഷ്ടാന്തങ്ങളെ അവഗണിച്ചുകൊണ്ടും അള്ളാഹുവുമായുള്ള കൂടിക്കാഴ്ചയെ നിഷേധിച്ചുകൊണ്ടും അവര് മുന്നേറിയിരുന്നത് കാരണമായിട്ട് അവരുടെ കർമ്മങ്ങൾ ഫലശൂന്യമായി മാറുകയും തൂക്കമില്ലാത്തതായി മാറുകയും ഒക്കെ ചെയ്തത് എന്തുകൊണ്ടാണ്? അത് ദാലിക ജസാഉഹും ജഹന്നം, അവർക്കുള്ള ഈ അവസ്ഥയിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം ജഹന്നമാണ്, നരകമാണ്. ബിമാ കഫറു, അവര് നിഷേധികളായി നിലക്കൊണ്ടു, സത്യം അവഗണിച്ചുകൊണ്ട് നിലക്കൊണ്ടു എന്നത് കാരണമായിട്ട്. വത്തഖദു ആയാതി വറുസുലി ഹുസുവ, മറ്റൊരു കാരണം അവര് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ പരിഹാസമാക്കിയിട്ടാണ് കാണുകയുണ്ടായത്. അതിനെ അവർ കളിയാക്കുകയായിരുന്നു. അതുപോലെ വറുസുലി, നമ്മുടെ ദൂതന്മാരെയും അവര് പരിഹസിക്കാൻ വേണ്ടി മാത്രമാണ് അവര് നമ്മുടെ ദൂതന്മാരെ നോക്കി കാണുകയുണ്ടായത്. രണ്ട് കാര്യങ്ങൾ. മനുഷ്യന് സത്യം ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ അവന്റെ ചുറ്റുപാടുമുണ്ട്. അതിനെ നിസ്സാരമായി പരിഹാസത്തോടുകൂടി സമീപിച്ചു. ഈ ദൃഷ്ടാന്തങ്ങളിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് അവരെ ഉണർത്തുന്നതിന് വേണ്ടി കടന്നു വന്നവരാണ് അള്ളാഹുവിന്റെ ദൂതന്മാർ. അവരെയും ഈ കൂട്ടര് പരിഹസിക്കുക തന്നെയായിരുന്നു. അതിനെ ഗൗരവത്തിൽ കാണാതെ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ഗൗരവത്തിൽ കാണാതെ
അള്ളാഹുവിന്റെ ദൂതന്മാരെ ഇവരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയപ്പോഴൊക്കെ അവരെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് അവര് പ്രതിഫലമായി ഏറ്റുവാങ്ങാൻ പോകുന്നത് നരകമാണ് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. ദാലിക ജസാഉഹും ജഹന്നം. ഇത് ഇങ്ങനെ ഒരു പരിണിതിയാവുന്നത്, ഇതിന്റെ ഒരു ഔട്ട്കം, അവരുടെ പ്രതിഫലം നരകമാണ് എന്നതാണ്. അതിന്റെ കാരണം ബിമാ കഫറു അവര് നിഷേധികളായി തുടർന്നു എന്നതും, വത്തഖദു ആയാതി വറുസുലി ഹുസുവ നമ്മുടെ ആയാത്തുകളെയും നമ്മുടെ ദൂതന്മാരെയും പരിഹസിച്ചു കൊണ്ടിരുന്നതും ആണ്, അല്ലെങ്കിൽ പരിഹാസ്യമായിട്ട് കാണുകയും ചെയ്തതുകൊണ്ടുമാണ് അവര് നരകം പ്രതിഫലമായി ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആളുകളായി മാറുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സൂറത്തിന്റെ മുഖ്യമായ പ്രതിപാദ്യ വിഷയങ്ങളായിട്ട് വന്നിട്ടുള്ള ആ 2-3 സംഭവങ്ങൾ മനുഷ്യന്റെ ഭാഗധേയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ബോധ്യങ്ങളും തിരിച്ചറിവും പകർന്നു തരുന്ന വിധത്തിലുള്ളതാണ്. ഇതിന്റെ തുടക്കത്തിൽ, സൂറത്തിന്റെ തുടക്കത്തില് ഒരു ഉത്ബോധനം എന്നുള്ള നിലക്ക് ഈ അഭിസംബോധിത സമൂഹത്തെ ഓർമ്മിപ്പിച്ച കാര്യങ്ങൾ അത് ബോധ്യപ്പെടുന്നതിന് ഉപകരിക്കുന്ന വിധത്തിലുള്ള സംഭവങ്ങളും കഥകളുമാണ് ഇവിടെ വിവരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് ഏറ്റവും നഷ്ടം ഏറ്റുവാങ്ങുന്ന, കർമ്മങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും നഷ്ടകാരികളായി മാറാൻ പോകുന്ന ആളുകൾ ആരാണ് എന്നത് നാം നിങ്ങൾക്ക് വിവരിച്ചു തരട്ടെയോ എന്ന ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ കാര്യങ്ങൾ വ്യക്തമാക്കപ്പെടുന്നു. ജീവിതത്തെ ശരിയായ വിധത്തിൽ നോക്കിക്കാണാൻ ശ്രമിക്കുന്ന ഒരാൾക്കും നിസ്സാരമായിട്ട് അവഗണിച്ച് തള്ളാൻ കഴിയാത്ത ഒരു കാര്യമാണ് അള്ളാഹുവിടെ പങ്കുവെക്കുന്നത്. ഒരാൾക്കും ഏത് ജീവിത വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ പോലും ഒരു നിലക്കും അവഗണിച്ച് തള്ളാൻ പറ്റാത്ത വിധത്തിലുള്ള കൃത്യമായ ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാക്കി തരുന്ന വിധത്തിലുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അതിനെ നിസ്സാരമായിട്ട് ഗണിക്കുക എന്നത് ആർക്കും സാധ്യമല്ല. ഏത് ജീവിത മേഖലയിൽ വ്യവഹാരങ്ങളിലായിട്ട് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും ഈ ഒരു ചോദ്യം അവരെ പിടിച്ചു നിർത്തും, ഒരല്പനേരം അവരെ ചിന്തിക്കാൻ പ്രേരണ നൽകുന്നതായിട്ട് ഈ ആയാത്തുകൾ പ്രവർത്തിക്കുന്നതായി നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. ഈ ചോദ്യം ഉന്നയിച്ചതിന്റെ ഒരു മറുവശം, അല്ലെങ്കിൽ ഇതിന്റെ മറ്റൊരു തലം നമ്മുടെ ശ്രദ്ധയിലേക്ക് തുടർന്നുള്ള ആയത്തുകളിലൂടെ ആയിട്ട് അള്ളാഹു പകർന്നു നൽകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഭാഗം നമുക്ക് അടുത്ത ദിവസം പഠന വിധേയമാക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പദത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.